കാട് കയറി ഒരു സർക്കാർ കെട്ടിടം വൃത്തിയാക്കി സ്കൂൾ വിദ്യാർത്ഥിനി മാതൃകയാകുന്നു. കോട്ടയം കടുത്തുരുത്തിയിലെ ലയ മരിയ ബിജുവിൻ്റെതാണ് ഈ നല്ല മാതൃക. ജലസേചന വകുപ്പിൻ്റെ പഴയ കെട്ടിടം സാമൂഹിക വിരുദ്ധരുടെ താവളമായപ്പോൾ ലയ ചൂലെടുത്തു. പിന്നെ നടന്നത് ഇതാണ്. കടുത്തുരുത്തി സെന്റ് കുര്യാക്കോസ് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ലയ മരിയ ബിജു. സ്കൂളിൽ പോകുന്ന വഴിക്കാണ് ജലസേചന വകുപ്പിന്റെ പഴയ കെട്ടിടം. ഇവിടം സാമൂഹിക വിരുദ്ധരുടെ താവളമായതോടെയാണ് കാടുവെട്ടി കെട്ടിടം വൃത്തിയാക്കാൻ ലയ തീരുമാനിച്ചത്. കാട് മുഴുവൻ വെട്ടി കെട്ടിടം തൂത്തു വൃത്തിയാക്കി ലയ. മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും പൂർണ്ണ പിന്തുണ. കഴിഞ്ഞ ദിവസം പത്രത്തിൽ കടുത്തുരുത്തിയിലെ ജലസേന ഓഫീസ് വൃത്തികേടായി കിടക്കുന്ന ന്യൂസ് കണ്ടു. അത് ഞാൻ സ്കൂളുകാരുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്തപ്പം അവർ പറഞ്ഞു ഓക്കെ വൃത്തിയാക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഫാമിലിയുമായിട്ട് വിസർജനത്തിൽ പോയി അത് വൃത്തിയാക്കി. അവധിക്കാലത്ത് ഇതുപോലത്തെ പല പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. 2004 നിർമ്മിച്ച കെട്ടിടമാണ് ഇത്. തോടിന്റെ അരികിലുള്ള കെട്ടിടത്തിൽ വെള്ളം കയറുന്നത് പതിവായതോടെ ജലസേചന വകുപ്പ് ഓഫീസിന്റെ പ്രവർത്തനം കടുത്തുരുത്തി സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റി. ആരും തിരിഞ്ഞു നോക്കാതായതോടെ കെട്ടിടം കാട് കയറി നശിക്കുകയായിരുന്നു. 24 കോട്ടയം.